വയനാട് സുൽത്താൻ ബത്തേരിയിൽ MLA IC ബാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ കോഴപ്പണമായി കൈപ്പറ്റിയിരുന്നു. ഒടുവിൽ എല്ലാം ജില്ലാ ട്രഷററുടെ തലയിലിട്ട് അഴിമതി പണം പങ്കുവെക്കുകയായിരുന്നു. എല്ലാ പ്രതീക്ഷകളും മറ്റും മാനസിക വെല്ലുവിളി നേരിടുന്ന മകന് വിഷം നൽകിക്കൊണ്ട് മുൻ കോൺഗ്രസ് ജില്ലാ ട്രഷററായിരുന്ന NM വിജയൻ ആത്മഹത്യയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രതിസ്ഥാനത്ത് കോൺഗ്രസ് MLA ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങളും വൈകാരിക നിഷ്പക്ഷ സമൂഹവും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പിണറായി വിജയനെ സനാതന ധർമ്മം പഠിക്കുന്നവരുടെ കൂടെ ഹോയ് ഹോയ് വിളിക്കുന്ന തിരക്കിൽ തന്നെയായിരുന്നു. കൊല്ലപ്പെട്ട NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണന്റെ പേരടക്കമുള്ള ആത്മഹത്യാക്കുറിപ്പ്. പണം വാങ്ങിയത് IC ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ KPCC പ്രസിഡന്റ് മുതൽ രാഹുൽ ഗാന്ധി മുതൽ പ്രിയങ്ക ഗാന്ധി എന്നിവരെയും ബന്ധപ്പെട്ടിട്ടും തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നും കത്തിൽ പറയുന്നുമുണ്ട്. സംഭവത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുകയാണ്. കേസിൽ IC ബാലകൃഷ്ണനെ പ്രതി ചേർത്ത് കേസെടുക്കണമെന്നത് തന്നെയാണ് കേരളം മുഴുവൻ പറയുന്നതെന്നും അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നും ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയിരുന്നത്. കൃത്യമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് കേരളം ആവശ്യപ്പെടുന്നത്. സുധാകരനും VD സതീശനും ഈ കുടുംബത്തെ ആക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നുവെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. വയനാട് DCC ട്രഷറർ NM വിജയനും മകനും ജീവൻ ഒടുക്കിയതിൽ IC ബാലകൃഷ്ണൻ MLA പ്രതി ചേർത്തിട്ടുണ്ട്. MLAക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ പ്രതി ചേർത്ത് FIR പോലീസ് ബത്തേരി കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. അസ്വാഭാവിക മരണത്തിന് എടുത്ത കേസിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ പ്രേരണാ കുറ്റം കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മരണത്തിന് ഉത്തരവാദികളായവരുടെ പേരുകൾ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ എന്നിവരെ ഉൾപ്പെടെയുള്ള പേരുകളാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഈ അടുത്ത കാലത്ത് അന്തരിച്ച ADM ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്തപ്പോൾ ഒരു ആത്മഹത്യാക്കുറിപ്പും അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും PP ദിവ്യ എന്ന ഒരു വനിതാ നേതാവ് രാജിവെച്ച് പുറത്തു പോയിരുന്നു. എന്നാൽ കോൺഗ്രസിൽ നിന്ന് ഒരു പ്രഷറും ആർക്കും ഇല്ലായിരുന്നു എന്നത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്.